പുരിയിലെ രഥയാത്രയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. 500-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. പലരുടെയും നില ഗുരുതരമെന്നും റിപ്പോർട്ടുകളുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ വാർഷിക രഥയാത്ര വർഷം തോറും നടക്കുന്ന ആഘോഷമാണ്. സ്വാഭാവികമായും വലിയ തിരക്കും ഭക്തരുടെ ഒരു ഒഴുക്കുമുണ്ടാവും. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഗൂഗിളി പുരിയിലെ രഥയാത്രയിൽ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നിരവധി ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പല ദൃശ്യങ്ങളും പുറത്തു വരുന്നത് അവിടേക്ക് രഥയാത്ര നടന്ന ഇടത്തേക്ക് ആംബുലൻസുകൾ എത്തുന്നതും ഈ ഇത്തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ട ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. പക്ഷെ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതാണ്ട് 8-ലധികം ആളുകളുടെ നില ഗുരുതരമെന്നും ചില വിവരങ്ങളുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ഇത്തരത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ രഥയാത്രയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ശക്തമാക്കിയിരുന്നു. ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ സായുധ പോലീസ് സേനയെ ഉൾപ്പെടെ ഏതാണ്ട് 8 കമ്പനി സായുധ പോലീസ് സേനയെ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ രഥയാത്ര രഥം വലിക്കുന്നതിനിടെ ആളുകൾ കൂട്ടത്തോടെ ഇവിടെ ഇതിനായി എത്തിയതും അതാണ് ഇത്തരം ഒരു തിക്കും തിരക്കും അനുഭവപ്പെടുന്നതിലേക്ക് ഇടയാക്കിയതും എന്നുമാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ, അച്യുതൻ തുടരുക. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥഘോഷയാത്രയ്ക്കിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 500-ഓളം പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അവിടെ 3 രഥങ്ങളാണ് പ്രധാനമായും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെ പ്രദക്ഷിണം വെക്കുക. അതിൽ ജഗന്നാഥിൻ്റെയും ബലഭദ്രൻ്റെയും ഒപ്പം സുഭദ്രയുടെ 3 രഥങ്ങൾ അവിടെ ഭക്തജനങ്ങൾ അങ്ങനെ അവരാണ് ആ രഥം ഉന്തുകയും തെള്ളുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ അമ്പലത്തിന് ചുറ്റും. ഏതായാലും ആ രഥഘോഷയാത്രക്കിടയിലാണ് ഈ തിക്കിലും തിരക്കിലും അപകടമുണ്ടായിരിക്കുന്നത്. 10,000-ലധികം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഈ തിരക്ക് പ്രമാണിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഉത്സവം പ്രമാണിച്ച് അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിലൊരു അപകടമുണ്ടായി. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ പല ആളുകളെയും ഈ തിരക്കിനിടയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അച്യുതൻ, ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഏതെങ്കിലും ഏജൻസികളുടെയോ വിശദീകരണമോ വിവരമോ വരുന്നുണ്ട്? നമ്മൾ ഇത് കാണുന്ന ദൃശ്യങ്ങളിൽ വലിയ തിരക്കുണ്ട്. അതിൽ പലരും ക്ഷീണിച്ച് അവശരായ നിലയിലൊക്കെ ആളുകളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഗൂഗിൾ, അതായത് ഇപ്പോൾ ഒഡീഷയുടെ മന്ത്രി മുകേഷ് മഹാലിംഗ് പറഞ്ഞിരിക്കുന്നത് ഈ ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം ഇത്തരമൊരു അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഈ ദൗത്യ സംഘങ്ങൾ ഈ ആളുകൾ ഇത്തരത്തിൽ ഇത് ബാധിച്ചിരിക്കുന്നു, ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന തരത്തിൽ അവിടുത്തെ മന്ത്രി പ്രതികരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അവിടേക്കാണ് ഇവരെ മാറ്റിയത് എന്ന് പറയുന്നു. പക്ഷെ ഇത് സംബന്ധിച്ച് എന്താണ് ഉണ്ടായത്, അവിടെ എന്താണ് ഉണ്ടായത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഉയർന്ന ചൂട് കാരണം ഉണ്ടായ എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമാണോ അതോ മറിച്ചൊരു തിക്കും തിരക്കും അത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടായോ എന്ന സംബന്ധിച്ച് ഒരു വിശദീകരണവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവിടെ ലഭിക്കുന്ന പ്രാദേശിക റിപ്പോർട്ടുകൾ അനുസരിച്ച് 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. അവിടെയും ഒരു സ്ഥിരീകരണമില്ല. 8ഓളം ആളുകളുടെ നില ഗുരുതരമാണ്, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഇപ്പോൾ വാർത്താ ഏജൻസികൾ ചില ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ രഥയാത്ര നടന്ന ഇടത്തേക്ക് ആംബുലൻസ് എത്തുന്നതും ഇത്തരത്തിൽ ഈ പരിക്കേറ്റ ആളുകളെ അവിടുന്ന് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഗൂഗിൾ, അച്യുതൻ, ഈ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും ഈ രഥയാത്ര ഇന്ന് പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രസിദ്ധമായതും ഏറ്റവും പ്രധാനപ്പെട്ടതും പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ രഥഘോഷയാത്രയാണ്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ പോലീസ് സന്നാഹം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഗോകുൽ, അതായത് ഈ രഥയാത്രയോടനുബന്ധിച്ച് നിരവധി ആളുകളാണ് ഈ ഇതിന്റെ ഭാഗമാകാനായി അവിടേക്ക് എത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് 10,000-ലധികം സായുധ സേനയെ
ഇവിടെ വിന്യസിച്ചിരുന്നു. അതായത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും ഈ ഇത്തരത്തിൽ രഥയാത്ര മുന്നോട്ട് നടത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങൾക്കുമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ തയ്യാറെടുപ്പുകൾക്ക് ഇടയിലും ഇത്തരമൊരു അപകടമുണ്ടായി എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ രഥം വലിക്കുന്നതിലേക്ക് ജനക്കൂട്ടം പാഞ്ഞെടുത്തു. അതാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നാണ് ചില പ്രാദേശിക റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അതിനിടയിലാണ് ഈ 500-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നത്. അതൊരു വലിയ ഒരു എണ്ണമാണ്. 500-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ അതൊരു വലിയ എണ്ണമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ആരുടെയും ഒരു വിശദീകരണം വന്നിട്ടില്ല. അല്പം മുൻപ് ഒഡീഷ മന്ത്രി പറഞ്ഞതുപോലും ഈ ഉയർന്ന ചൂട് കാരണം ചിലർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായി, അവരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നതാണ്. അത് എത്ര പേരാണ്, ആർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും വാർത്താ ഏജൻസികൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ആ ഇടത്തേക്ക് അവിടെ ഒരു ജനക്കൂട്ടത്തെ കാണാൻ കഴിയുന്നുമുണ്ട്. അവിടേക്ക് ആംബുലൻസുകൾ എത്തുന്നു എന്നതാണ്. അവരെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഗോകുൽ, ഒഡീഷയിലെ പുരിയിലാണ് ഇത്തരത്തിൽ രഥഘോഷയാത്രയ്ക്കിടെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കലിംഗ TV അടക്കം ഒഡീഷയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഈ അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. 8 പേർക്ക് അതിൽ ഗുരുതരമായ സാഹചര്യമുണ്ട് എന്നും 500 പേർക്കോളം പരിക്കേറ്റു. അത് തിക്കിലും തിരക്കിലുമാണോ അതല്ല ഈ ശ്വാസം മുട്ടൽ പോലെയുള്ള ഈ ആൾത്തിരക്ക് കൂടിയപ്പോൾ ഉണ്ടായ അപകടാവസ്ഥയാണോ എന്നത് വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങൾ വരുന്നതേ ഉള്ളൂ. ഏതായാലും അവിടെ നിന്ന് ആളുകളെ ഈ തിരക്കിനിടയിൽ നിന്ന് മാറ്റുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറ്റുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്.